ഏവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കട്ടെ. അനുഗ്രഹമേറിയ ഒരു പരിശുദ്ധ വെള്ളിയാഴ്ചയുടെ നിറവിലേക്ക് പ്രവേശിക്കുവാൻ നമ്മിൽ കൃപ ചൊരിഞ്ഞ കരുണാമയനായ ദൈവത്തിന് ആദ്യമായി നന്ദിയും സ്തുതിയും അർപ്പിക്കാം. ഇന്ന് ഗുഡ് ഫ്രൈഡേ, ദി ഗ്രേറ്റ് ഡേ, ദി ഡേ ഓഫ് ഡേയ്സ്. മാനവലോകത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ദിനം. മുഴുവൻ മാനവരാശിയുടെയും പാപപരിഹാരാർത്ഥം യേശു കുരിശിൽ ബലിയായി തീർന്ന ദിനം. അസഹനീയമായ വേദനകൾക്ക് മധ്യേ കാൽവരിയിൽ പ്രകമ്പനം കൊണ്ട 7 മണിമുത്തുകൾ. പ്രപഞ്ചം ശ്രവിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിശിഷ്ടമായ തേൻമൊഴികൾ. പ്രകൃതി പോലും പ്രാർത്ഥനാനിരതമായ സമയം. വാക്കുകൾ കൊണ്ടോ വർണ്ണനകൾ കൊണ്ടോ വ്യാഖ്യാനങ്ങൾ കൊണ്ടോ നിർവചിക്കാൻ കഴിയാത്ത വിധം ഉള്ളിൽ ഒതുങ്ങാത്ത ആത്മലാവണ്യത്തിൻ്റെ ഹൃദയ നൊമ്പരങ്ങളിൽ നിന്നും ഉതിർന്നു വീണ ക്രൂശിലെ 7 തിരുനാളങ്ങൾ. ഇവയിൽ 6 മൊഴികളെക്കുറിച്ച് നാം ധ്യാനിച്ചു. നാം ഒന്നാമത്തെ മൊഴിയിൽ കണ്ടു, കഠിനമായ വേദനയുടെ പാരമ്യത്തിലും ക്ഷമിക്കുന്ന ഒരു ക്രിസ്തുവിനെ നാം ഒന്നാമത്തെ മൊഴിയിൽ ധ്യാനിച്ചു. ഒന്നാമത്തെ മൊഴിയിലൂടെ നാം ക്ഷമയുടെ ശക്തി മനസ്സിലാക്കി. തൻ്റെ കുറ്റങ്ങളെയും തൻ്റെ കുറവുകളെയും കുറിച്ച് അനുതപിച്ച കുരിശിലെ ദുഷ്പ്രവൃത്തിക്കാരനായ കള്ളന് സ്വർഗീയ പറുദീസ വാഗ്ദാനം ചെയ്തതാണ് കുരിശിലെ 2ാമത്തെ മൊഴി. രക്ഷയുടെ ശക്തി നാം 2ാമത്തെ മൊഴിയിലൂടെ തിരിച്ചറിഞ്ഞു. തൻ്റെ മാതാവിനോടുള്ള കടമകൾ പൂർത്തിയാക്കി എന്ന സന്ദേശം വിളിച്ചോതുന്ന 3ാമത്തെ മൊഴിയിലൂടെ കരുതലിൻ്റെ ശക്തി നാം തിരിച്ചറിഞ്ഞു. കഠിന വേദനയാലുള്ള നിലവിളി ശബ്ദം, ഒറ്റപ്പെടലിൻ്റെ നിലവിളി ശബ്ദം നാം 4ാമത്തെ മൊഴിയിൽ കണ്ടു. പ്രാർത്ഥനയുടെ ശക്തി വിളിച്ചോതുന്നതാണ് 4ാമത്തെ മൊഴി. യേശുവിൻ്റെ മാനുഷിക സ്വഭാവം പ്രകടമാകുന്ന 5ാമത്തെ മൊഴിയിലൂടെ ദൈവവചന നിവൃത്തീകരണത്തിൻ്റെ ശക്തി നാം തിരിച്ചറിയാം. തൻ്റെ കടമകളെല്ലാം പൂർത്തിയാക്കി തൻ്റെ പിതാവിൻ്റെ ഇഷ്ടത്തിന് തന്നെ താൻ ഏൽപ്പിച്ച് അന്ത്യനിമിഷങ്ങളിലേക്ക് നീങ്ങുന്ന യേശുവിനെ നാം 6ാം മൊഴിയിൽ കണ്ടു. ദൗത്യ നിർവഹണത്തിൻ്റെ ശക്തി നാം 6ാം മൊഴിയിൽ തിരിച്ചറിഞ്ഞു. തുടർന്ന് ലൂക്കോസ് വിശേഷം 23-ാം അധ്യായം അതിൻ്റെ 46-ാം വാക്യം ശ്രദ്ധിക്കുമ്പോൾ യേശു അത്യുച്ചത്തിൽ, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് യേശു പ്രാണനെ വിട്ടു. കുരിശിലെ ശുശ്രൂഷയുടെ ഒരു പരിസമാപ്തിയായി കുരിശിലെ 7ാമത്തെ മൊഴിയെ നമുക്ക് ദർശിക്കാം. ദൈവം അപൂർണനല്ല, നമ്മുടെ ദൈവം സമ്പൂർണനാണ്. 7 എന്ന് പറയുന്നത് ഒരു പൂർത്തീകരണത്തിൻ്റെ സംഖ്യയായിട്ടാണ് വേദപുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 7 സഭകൾ, 7 നക്ഷത്രങ്ങൾ, 7 നിലവിളക്കുകൾ, 7 പെരുന്നാളുകൾ, 7 കാഹളങ്ങൾ എന്നിങ്ങനെ. ഇനി സൃഷ്ടിപ്പിൻ്റെ 7 ദിനങ്ങളോട് ഇതിനെ താരതമ്യം ചെയ്താൽ 6 ദിവസം കൊണ്ട് ദൈവം സൃഷ്ടിപ്പ് പൂർത്തീകരിച്ചു. 7ാമത്തെ ദിവസം വിശ്രമത്തിനും കൂട്ടായ്മയ്ക്കുമായി മാറ്റിവെച്ചു. പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു. ഈ മൊഴിയിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ ചില ചിന്താധാരകൾ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരും. ഒന്നാമതായി ഈ മൊഴിയിൽ തെളിഞ്ഞു വരുന്ന ചിന്ത സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെതാണ്. സമ്പൂർണ്ണ സമർപ്പണം. യേശുക്രിസ്തുവിൻ്റെ ജീവിതവും ശുശ്രൂഷയും
ത്യാഗത്തിനും സമ്പൂർണ്ണ സമർപ്പണത്തിനും ഉത്തമ മാതൃകയായിരുന്നു. ആണികളാൽ മുറിവേറ്റ യേശുവിൻ്റെ കൈകൾ ലോകത്തിൻ്റെ പാപത്തെ സ്വീകരിച്ച് സ്വയം പരിത്യജിക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ട് കാണാം. കുരിശിൽ കിടന്ന ക്രിസ്തു തൻ്റെ ജീവൻ പിതാവിന് ഏൽപ്പിച്ചു കൊടുത്തു. ഇവിടെ നമുക്ക് ഒരു സമ്പൂർണ്ണ സമർപ്പണം, യേശുവിൻ്റെ സമ്പൂർണ്ണ സമർപ്പണം നമുക്ക് മനസ്സിലാക്കാം. മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യുവാനും വേദന ഏറ്റുവാങ്ങുവാനും കഴിയുന്നത് സമർപ്പണത്തിൻ്റെ ശക്തി കൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ പരിപൂർണത നമുക്ക് കാൽവരി കുരിശിൽ ദർശിക്കാം. സ്നേഹിക്കുവാനും അന്ത്യത്തോളം നന്മയിൽ ഉറച്ചു നിൽക്കുവാനുമുള്ള കഴിവാണ് സമർപ്പണം. അത് നിത്യജീവനിലേക്ക് നമ്മെ നയിക്കും. ഏത് വിജയത്തിൻ്റെയും പിന്നിൽ ഒരു ത്യാഗത്തിൻ്റെ കഥയുണ്ടാകാം. സ്വമനസ്സാലെ കഷ്ടം അനുഭവിക്കാൻ ഉള്ള സന്നദ്ധതയാണ് സമർപ്പണം. എന്നാൽ ഇന്ന് നാം ആരും തന്നെ കഷ്ടം അനുഭവിക്കാൻ തയ്യാറാകുന്നില്ല. കഷ്ടം അനുഭവിക്കാൻ തയ്യാറാകാത്ത മാനുഷിക പരിശ്രമങ്ങൾക്ക് മുന്നിൽ യേശുവിൻ്റെ കുരിശുയർത്തുന്ന വെല്ലുവിളി കഷ്ടതയെ സ്വീകരിക്കാനുള്ളതാണ്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. വിശുദ്ധ പൗലോസിൻ്റെ സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ വാക്കുകളാണിവ. ക്രൈസ്തവ ജീവിതത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് സമ്പൂർണ്ണ സമർപ്പണമാണ്. ഒരു ഗുരുവിൻ്റെ കയ്യിൽ ശിഷ്യഗണം സമ്പൂർണമായി സമർപ്പിക്കപ്പെടുന്നത് പോലെ ഒരു ജനറലിൻ്റെ കയ്യിൽ സൈന്യഗണം സമ്പൂർണമായി സമർപ്പിക്കപ്പെടുന്നത് പോലെ ഒരു ശില്പിയുടെ കയ്യിൽ ഒരു ശില്പം സമ്പൂർണമായി സമർപ്പിക്കപ്പെടുന്നത് പോലെ ഒരു കുശവൻ്റെ കയ്യിൽ കളിമണ്ണ് സമ്പൂർണമായി സമർപ്പിക്കപ്പെടുന്നത് പോലെ കർത്താവിൻ്റെ സന്നിധിയിൽ നാം ഏവരും സമ്പൂർണമായി സമർപ്പിക്കപ്പെടണം. എന്നാൽ സമർപ്പണം എന്ന് പറയുന്നത് വാക്കിൽ മാത്രം ഒതുങ്ങുന്നത് ആകരുത്. അത് നമ്മുടെ പ്രവൃത്തിയിലൂടെ വെളിപ്പെടണം. രൂത്ത് നവോമിയോട് പറ്റിച്ചേർന്നു. നവോമിയുടെ ശബ്ദം കേട്ടു, അവളുടെ പിന്നാലെ പോയി. അവളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടു. ദൈവവാക്കിന് മുൻപാകെ അബ്രഹാം സ്വയം സമർപ്പിച്ചു. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുവാനത് അബ്രഹാമിനെ സഹായിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ജീവിതവും മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ത്യജിക്കുവാൻ കഴിയുന്ന, സമർപ്പിക്കുവാൻ കഴിയുന്ന ഒരു അനുഭവത്തിലേക്ക് നാം ഉയരേണ്ടതുണ്ട്. കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും. ചത്തു എങ്കിലോ വളരെ പ്രയോജനമുണ്ടാകും. ഈ വാഗ്ദത്ത വചനം നമുക്കും സ്വീകരിക്കാം. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. സമർപ്പിക്കപ്പെടുന്നവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്, അവർക്ക് സംരക്ഷണമുണ്ട്. യേശുക്രിസ്തു തൻ്റെ ആത്മാവിനെ തൻ്റെ പിതാവിൽ സമ്പൂർണമായി സമർപ്പിച്ചു. അത് പുനരുത്ഥാനത്തിലേക്ക് വഴിവെച്ചു. നമുക്കും നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമ്പൂർണമായി സമർപ്പിക്കാം. രണ്ടാമതായിട്ട് ഈ മൊഴിയിൽ തെളിഞ്ഞു വരുന്ന ചിന്ത എന്ന് പറയുന്നത് ദൗത്യ നിർവഹണത്തിൻ്റെതാണ്. ദൗത്യ നിർവഹണം. ലോകത്തിലെ ഏറ്റവും ക്രൂരമായ വേദനാജനകമായ ശിക്ഷാരീതിയായിരുന്നു ക്രൂശീകരണം. എന്നാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ക്രൂശ് മരണം തികഞ്ഞ ആശ്വാസമായിരുന്നു. എബ്രായർ 2:9 യേശു മരണത്തെ ആസ്വദിച്ചതായി കാണാം. അതായത് തൻ്റെ പിതാവിൻ്റെ ഹിതപ്രകാരം സ്വർഗത്തിലും ഭൂമിയിലും കാൽവരി കുരിശിൽ പോലും
താൻ നിർവഹിക്കേണ്ട എല്ലാ കടമകളും പൂർത്തിയാക്കി തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ഒരു കുഞ്ഞുറങ്ങുന്ന സൗമ്യതയോടെ ശാന്തനായി തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തു. അവൻ്റെ ഒരു അസ്ഥിയും ഒടിഞ്ഞു പോകുകയില്ല എന്ന വാഗ്ദത്തത്തിൻ്റെ നിവൃത്തീകരണം നമുക്കവിടെ ദർശിക്കാം. 33 വർഷക്കാലമുള്ള യേശുവിൻ്റെ ജീവിതം തികച്ചും സംഘർഷഭരിതമായിരുന്നു. അവിടെ ഒന്നും യേശു പതറിയില്ല. തൻ്റെ പിതാവിൻ്റെ, തന്നെ അയച്ചവൻ്റെ ഹിതം നിർവഹിക്കുന്നതിന് വേണ്ടി എന്തു ചെയ്തു? പൂർണ്ണമായിട്ട് തൻ്റെ ദൗത്യം നിർവഹിക്കുവാൻ വേണ്ടി സമർപ്പണം ചെയ്തു. നമ്മയും ചില ദൗത്യങ്ങളുമായിട്ടാണ് വളരെ കുറഞ്ഞ കാലഘട്ടത്തിലേക്ക്, ഈ ലോകത്തിലേക്ക് ദൈവം നമ്മെ അയച്ചിരിക്കുന്നത്. ഈ ദൗത്യങ്ങൾ പൂർത്തിയാക്കുവാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. നാമും ഒരുപാട് ദൗത്യങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടാകാം. പക്ഷേ ഈ ദൗത്യങ്ങൾ പൂർത്തീകരിക്കുവാൻ അല്ലെങ്കിൽ പൂർത്തീകരിക്കുന്നതിൽ ഞാൻ വിജയിച്ചിട്ടുണ്ടോ? ഈ മൊഴിയിൽ തൻ്റെ ആത്മാവിനെ സ്വയം നൽകുന്ന ഒരു യേശുവിനെ നാം കണ്ടു. അതായത് നമുക്കും ദൈവം കഴിവുകൾ നൽകിയിട്ടുണ്ട്. ഈ കഴിവുകളെ നാമും കർത്താവിന് വേണ്ടി സ്വയം നൽകാൻ തയ്യാറാകണം. നാം താലന്തിൻ്റെ ഉപമയിൽ കണ്ടു. അതായത് നാം ഇന്ന് നമ്മുടെ കഴിവുകളും പ്രാപ്തികളും മണ്ണിൽ കുഴിച്ചിട്ട് സ്വയം നശിക്കുന്നവരായിട്ട് മാറുകയല്ലേ? നാമും ഈ വിശുദ്ധ ദിനത്തിൽ നമ്മിലെ ദൈവിക പദ്ധതികൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഇനി അതിലേക്കുള്ള വഴികൾ നിശ്ചയിക്കപ്പെടണം. അതിലേക്കുള്ള വഴിയെന്ന് പറയുന്നത് വലിയ സുഖകരമൊന്നും ആയിരിക്കത്തില്ല. ഒത്തിരി പ്രതിസന്ധികൾ, കയ്പ് നിറഞ്ഞ അനുഭവങ്ങൾ ഈ സഞ്ചാരപാതയിൽ ഉണ്ടാകാം. എന്നാൽ അതിനെയെല്ലാം തന്നെ തൃണവൽഗണിച്ചുകൊണ്ട് നാം എന്ത് ചെയ്യണം? നന്മയുടെ പാതയിലൂടെ മുന്നേറുവാൻ, ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ നമുക്ക് സാധിക്കണം. കർത്താവ് വലിയൊരു ദൗത്യം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. ദൈവരാജ്യ പ്രഘോഷണത്തിൽ നമ്മുടെ ഏവരുടെയും പങ്ക് വളരെ വിലമതിക്കാനാകാത്തതാണ്. ഈ ദൗത്യം നാം ഓരോരുത്തരും വ്യക്തമായി ഗ്രഹിക്കുകയും അതിനുവേണ്ടി നാം നമ്മെ തന്നെ പൂർണ്ണമായും സമർപ്പിക്കുകയും വേണം. മൂന്നാമതായി ഈ മൊഴിയിൽ തെളിഞ്ഞു വരുന്ന മറ്റൊരു ചിന്ത എന്ന് പറയുന്നത് നിത്യജീവൻ്റേതാണ്. നിത്യജീവൻ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 31-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം നാം ശ്രദ്ധിക്കുമ്പോൾ, നിന്റെ കയ്യിൽ ഞാൻ എൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു എന്നവിടെ കാണാം. ഇതൊരു യഹൂദൻ്റെ പ്രാർത്ഥനയാണ്. അതായത് യഹൂദന്മാർ ഈ വാക്യം ഉച്ചരിച്ചിട്ടാണ് എല്ലാ രാത്രികളിലും ഉറങ്ങാൻ കിടക്കുന്നത്. മരണസമയത്ത് നാം പാടുന്നൊരു പാട്ടുണ്ട്, സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. അപ്പോൾ അതിൽ നമ്മെ ഏവരെയും ആകർഷിക്കുന്ന ഒരു നല്ലൊരു വരിയുണ്ട് കേട്ടോ. എന്താണ്? രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു, അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുന്നോട്ട് ഓടുന്നു. രാത്രി എന്ന് പറയുന്നത് മരണാവസ്ഥയിലാണ്, പക്ഷെ നമ്മുടെ സമയത്തിൻ്റെ ചക്രം മുന്നോട്ട് ഓടിക്കൊണ്ടേയിരിക്കുന്നു. ആ ഒരു ബോധ്യത്തോടെയാണ് യഹൂദൻ പ്രാർത്ഥിക്കുന്നത്, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു എന്ന്. ഈ പ്രാർത്ഥനാ ശബ്ദം കാൽവരിയിലും പ്രകമ്പനം കൊണ്ടു. ഞാൻ എവിടെ നിന്നാണ് വന്നത്? ഞാൻ തിരിച്ച് എങ്ങോട്ട് പോകണം? ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് വന്നു, ഞാൻ തിരിച്ച് ദൈവത്തിൻ്റെ കരങ്ങളിലേക്കാണ് പോകേണ്ടത് എന്ന ബോധ്യം, ലക്ഷ്യം യേശുവിന് നന്നായി ഉണ്ടായിരുന്നു എന്ന് ഈ മൊഴി നമ്മെ പഠിപ്പിക്കുന്നു. പുഴയ്ക്ക് ഒരു ധർമ്മമുണ്ട്. ഈ പുഴ ഒഴുകിപ്പോകുമ്പോൾ പുഴ ഒഴുകുന്ന ഇരു കരകളിലും നല്ല ഫലപുഷ്ടി ഉണ്ടായിരിക്കും. പുഴ അത് ആരെയും അറിയിച്ചുകൊണ്ടോ അറിഞ്ഞുകൊണ്ടോ
ചെയ്യുന്ന ദൗത്യമല്ല, അത് സ്വയം അങ്ങ് ചെയ്യുകയാണ്. അവസാനം അത് സാഗരത്തിൽ ചെന്ന് എത്തിച്ചേരുകയും ചെയ്യും. അതുപോലെ ആയിരിക്കണം ഒരു ക്രിസ്ത്യാനി. അവൻ നിശബ്ദനായിട്ട് ഒഴുകണം. അവൻ്റെ ജീവിതയാത്രകളിൽ മറ്റുള്ളവർക്കവൻ സഹായിയായി മാറണം. അവസാനം ഈശ്വരനിൽ അലിഞ്ഞു ചേരണം. ഇതുപോലെ ഞാനും ദൈവഹിതപ്രകാരം ഈ ലോകത്തിലെ എൻ്റെ കടമകളെല്ലാം പൂർത്തിയാക്കി എൻ്റെ ദൈവത്തിങ്കലേക്ക് എത്തിച്ചേരും. ആ നിത്യജീവനിലേക്ക് ഞാൻ എത്തിച്ചേരും എന്നൊരു പ്രത്യാശ ഇന്ന് എനിക്കുണ്ടാകണം. യേശു തൻ്റെ ആത്മാവിനെ പിതാവിങ്കൽ ഭരമേൽപ്പിച്ചു. അപ്പോൾ അങ്ങനെ തൻ്റെ പിതാവിങ്കൽ ഭരമേൽപ്പിക്കണമെങ്കിൽ പിതാവിങ്കൽ സുരക്ഷ ഉണ്ട്, അല്ലെങ്കിൽ പിതാവിൻ്റെ സുരക്ഷിതത്വ ബോധത്തെക്കുറിച്ച്, പിതാവിലുള്ള അചഞ്ചലമായ വിശ്വാസത്തെക്കുറിച്ച് നല്ല ഉറപ്പുണ്ടായിരുന്നു യേശുവിന്. കൂടാതെ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഭരമേൽപ്പിക്കുക എന്നാൽ ഇനിയുള്ള കാര്യം എന്താണ്, ഇനി എങ്ങനെയാണ്, ഇതെല്ലാം തന്നെ ആര് തീരുമാനിക്കട്ടെ? പിതാവായ ദൈവം തീരുമാനിക്കട്ടെ. സുഖമായി ഉറങ്ങി പ്രഭാതത്തിൽ ഉണരുന്ന ലാഘവത്തോടെയാണ് യേശു തൻ്റെ ജീവൻ സമർപ്പിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം നമുക്കും അവിടെ ഒരു ചിന്ത തരികയാണ്. അതായത് നാമും എങ്ങനെ നമ്മുടെ മരണത്തെ അഭിമുഖീകരിക്കണം എന്നുള്ള ഒരു ചിന്തയും കൂടെ അവിടെ തെളിഞ്ഞു വരുന്നു. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. എന്തുകൊണ്ടാണ്? അതായത് എൻ്റെ ജീവൻ, എനിക്ക് ജീവൻ നൽകിയത് ദൈവമാണ്. അത് ദൈവിക ദാനമാണ്. ഈ ജീവനെ തൊടാൻ നമുക്ക് അധികാരമില്ല. ദൈവം നൽകിയ ആത്മാവിനെ നാം ആരിൽ ഭരമേൽപ്പിക്കേണ്ടതായുണ്ട്? ദൈവത്തിങ്കൽ ഭരമേൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. അബ്രഹാം മരിച്ചു, തൻ്റെ പിതാക്കന്മാരോട് ചേർന്നു. യാക്കോബ് മരിച്ചു, ആ നിത്യതയിൽ എത്തിച്ചേർന്നു. നമുക്കും ആ നിത്യതയിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കണം. കാരണം തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് ഏറ്റവും വിലയേറിയതാകുന്നു. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിത്യജീവൻ തന്നെ. അപ്പോൾ യേശുവിൻ്റെ ക്രൂശ് മരണം ആ നിത്യമരണത്തെ നീക്കിയിട്ട് നമ്മെ ഏവരെയും നിത്യജീവനിലേക്ക് നയിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഏഴാമത്തെ മൊഴി നിത്യജീവൻ്റെ ശക്തിയെ വെളിപ്പെടുത്തി തരുന്നു. നിത്യജീവൻ്റെ ശക്തിയിലേക്ക് നയിക്കുന്നതാണ് ക്രൂശിലെ ഏഴാമത്തെ മൊഴി. മരണത്തിനപ്പുറമായ ഒരു സുന്ദരമായ ജീവിതം നമുക്കുണ്ട് എന്ന പ്രത്യാശ നൽകുന്ന മൊഴി. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട? അധൈര്യപ്പെടേണ്ട. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ നിങ്ങളെ പിതാവിൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഇവിടെ പിതാവിൻ്റെ സാമീപ്യം യേശുവിന്, അല്ലെങ്കിൽ യേശുവിൻ്റെ മരണത്തിന് പ്രത്യാശ നൽകിയതുപോലെ നമുക്കും ഒരു പ്രത്യാശ ഉണ്ടാകണം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഈ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ് നാം കാൽവരി കുരിശിൽ കണ്ടത്. ചുരുക്കി പറഞ്ഞാൽ ക്രൂശീകരണവും തിരുമൊഴികളും നമ്മെ ദൈവരാജ്യത്തിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ക്രൂശിലെ മൊഴികൾ നമ്മുടെ പാപങ്ങളെയും തെറ്റുകളെയും അനീതിയെയും ഓർമ്മപ്പെടുത്തി ദൈവ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നു. യേശു മരണത്തിൽ നിന്നും ജീവൻ നൽകാൻ കഴിവുള്ള പിതാവിങ്കൽ തൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിച്ചു. നമുക്കും
നമ്മെ തന്നെ സമ്പൂർണമായിട്ട് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഈ ലോകത്തിലെ ദൗത്യങ്ങളെ വിജയകരമായിട്ട് ദൈവഹിതപ്രകാരം പൂർത്തീകരിക്കാം. ആ നിത്യതയിലേക്ക്, നിത്യജീവനിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതിനായി ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവായ ക്രിസ്തുവിനാൽ അനുഗ്രഹിക്കപ്പെടുന്നവരെ, ക്രൂശിലെ 7 വഴികളെക്കുറിച്ചുള്ള അനുഗ്രഹീതമായ പ്രഭാഷണം നാം കേട്ട് കഴിഞ്ഞു. 7 ചിന്തകളും